ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഒരുപാട് നാളായല്ലേ ഒരു പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ട് മുൻപ് കണ്ടിന്യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിന് കുറച്ചൊരു ബ്രേക്ക് എടുത്തല്ലേ. സോ അല്ലെങ്കിൽ പേഴ്സണൽ അപ്പ് കീപ്സിനെയൊക്കെ കുറിച്ചിട്ട് കോണ്ടൻസ് ചെയ്തിട്ട് കുറച്ച് നാളായല്ലേ. സോ ഇനി എന്തായാലും ആ ഒരു ബ്രേക്ക് വരത്തില്ല. ഇനി എവറി വെനസ്ഡേ, എല്ലാ വെനസ്ഡേയും ഞാൻ ഈ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ അപ്പ് കീപ്സിനെ ബേസ് ചെയ്ത് വീക്സിൽ എല്ലാ വെനസ്ഡേസിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പേഴ്സണൽ അപ്പ് കീപ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഏതെന്നറിയോ? ഓൾറെഡി മുൻപൊരു പേഴ്സണൽ ഗ്രോത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് സച്ച് എ ഗ്രേറ്റ് ടോപ്പിക്. എനിക്ക് ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ആൻഡ് ഐ ലവ് ദിസ് ടോപ്പിക്. ഇറ്റ് ഗോണ ബി എ റിയലി ഗുഡ് വൺ. ആൻഡ് നമ്മൾ ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ടു ഗെറ്റ് നോട്ടിഫൈഡ്. സോ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് പെർസെപ്ഷൻ. സെൽഫ് കോൺഫിഡൻസ് എന്താണെന്നറിയാം. അപ്പോൾ എന്താണ് സെൽഫ് പെർസെപ്ഷൻ? നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ്. ചില സമയത്ത് നമുക്ക് എന്തൊക്കെയോ സംതിങ്സ് കാര്യങ്ങൾ കൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടായി പോകുന്നുണ്ടല്ലേ. സോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ആണ്. ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് പെർസെപ്ഷനും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് നമ്മളെ എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു, അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ഇരിക്കുന്നത്. നമുക്ക് സെൽഫായിട്ട് നമ്മളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതെന്താണ്? അതാണ് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സെൽഫ് പെർസെപ്ഷൻ നമ്മുടെ ഫീലിങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മളെ ഷോ ചെയ്യുന്നു. അതായത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മുടെ വർക്ക്സിനല്ലേ നമുക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ആൻഡ് നമ്മുടെ വർക്ക്സിനല്ലേ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഏത് തരം എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാത്രം ഇരിക്കുന്ന ഒരു സ്പേസിൽ എന്ത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെയൊക്കെ റിലേറ്റ് ചെയ്താണ് നമ്മുടെ ഒരു സെൽഫ് പെർസെപ്ഷൻ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഈ വേൾഡിൽ നമ്മളെ എങ്ങനെ കാണിക്കുന്നു, ആ ഒരു സംഭവമാണ് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ ഒരു സെൽഫ് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ഞാനിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്പേസ്, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ എൻ്റെ ഒരു ബെഡ്റൂമിൽ ഞാൻ ഒരു നെഗറ്റീവ് എനർജി, മുൻപ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ ഒരു നെഗറ്റിവിറ്റിയും ഒന്നും ഞാൻ കൊണ്ടുവരത്തില്ല. എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് എനർജി അത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ എൻ്റെ ഒരു സെൽഫ് പെർസെപ്ഷൻ ഈ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ സ്വയമേ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുത്തതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഈ ഒരു സെൽഫ് പെർസെപ്ഷൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ വളരെ ഗുഡ് ആയാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആകുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാനും അതുവഴി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒരുപാട് ട്രിക്സും ഒരുപാട് ടിപ്സും ഒക്കെ ഉണ്ട്. സോ ഞാൻ എൻ്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തതും അത് ഞാൻ ഓൾറെഡി മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണ്, ചില സമയത്ത് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വരുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തതും എൻ്റെ ഒരു സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തതും ഈ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും എൻ്റെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാനും ഞാനായിട്ട് സ്വയമേ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു 4 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ സെൽഫ് കെയർ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഫിസിക്കലി ഉള്ള നമ്മുടെ ബോഡി, നമ്മുടെ ഫിസിക്കിനെ നമ്മൾ കെയർ ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഫിസിക്കൽ സെൽഫ് കെയറിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി, അതായത് നമ്മുടെ ബോഡിയെ, നമ്മുടെ ഫിസിക്കിനെ കെയർ ചെയ്യുന്നത് മുതലാണ് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എവറിത്തിങ് അബൌട്ട് അവർ ഹെൽത്ത്, അതായത് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ എത്രയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അവേഴ്സ് നമ്മൾ ഉറങ്ങുന്നുണ്ടോ, നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാമാണ് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ സെൽഫ് കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ചൊരു ബെറ്റർ ഫീൽ ആയിരിക്കും സെൽഫായിട്ട് നമുക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഭയങ്കര ലേസി
ആയിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ആണോ, ഓൾമോസ്റ്റ് ടൈമിലും എപ്പോഴും ഈ ഒരു സ്ലഗ്ഗിഷ്നെസ് അല്ലെങ്കിൽ ഒരു മന്ദത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് ഷവർ ചെയ്തത്, കുളിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടാണോ പുറത്ത് പോകാറുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ, ഫേസ് വാഷ് ചെയ്യുന്നുണ്ടോ, ഹൈജീൻ ആണോ, പുറത്ത് പോയിട്ട് വന്നിട്ട് ബാത്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടോ, നമുക്ക് ആവശ്യമായിട്ട് അത്രയും ടൈം നമ്മൾ ഉറങ്ങുന്നുണ്ടോ, എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് മെയിനായിട്ടും വരുന്ന മടി എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മന്ദത എപ്പോഴും തോന്നുന്നത് എന്തിനാണ്, എനർജറ്റിക് അല്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അത് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടതാണ്. ഒരു കാര്യം പറയാം, ഇപ്പോൾ ഒരുപാട് നാൾ നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡി സ്ലഗ്ഗിഷ് ആകാൻ തുടങ്ങും. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കാര്യമായിട്ടൊന്നും നടക്കത്തില്ല. ആൻഡ് ഇപ്പോൾ നമ്മളൊരു 4-5 ദിവസം എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒരു എനർജി ലെവലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ്നെസ് വരും. എവറിത്തിങ് ഫീൽസ് ബെറ്റർ. ആ ഒരു ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്കെല്ലാം ഒരു ബെറ്റർ ഫീൽ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ പ്ലാൻ ചെയ്യുക ഒരു ചാർട്ട്. ഇപ്പോൾ മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈവൻ നിങ്ങൾക്ക് വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് വർക്കോ അല്ലെങ്കിൽ ഈവനിങ് വർക്കോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈവൻ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നെങ്കിൽ അത് ചെയ്യാം, മെഡിറ്റേഷൻ ആണെങ്കിൽ അത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും എക്സസൈസ് ഒരിക്കലും ഒഴിവാക്കരുത്. അതെന്തായാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ട്രസ്റ്റ് മീ, ഇറ്റ് റിയലി മേക്സ് യു ഫീൽ ബെറ്റർ. ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ, ബൂസ്റ്റ് ആകാൻ വളരാൻ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ സെൽഫ് കെയർ ഒരിക്കലും ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യും, ഇപ്പോൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഇതെപ്പോൾ മുതലാണ് ഞാൻ ഇനി എന്താണ് എൻ്റെ ഫിസിക്കൽ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക. ഓരോരുത്തരുടെ കാര്യം അവരവർക്ക് മാത്രമേ സെൽഫായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്ട്രെങ്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. ഈവൻ ഈ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ് ബേസ് ചെയ്ത് നമ്മുടെ ഈ ഒരു സ്ട്രെങ്തും ഒരു വീക്ക്നെസ്സും ഒക്കെ ചിലപ്പോൾ ചേഞ്ച് ആകാം. ബട്ട് ഇറ്റ്സ് ടോട്ടലി ഓക്കെ. നമുക്ക് എല്ലാ ടൈമിലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയണം. ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ വളരെ ഗുഡ് ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ്, ബട്ട് എക്സസൈസിൽ വളരെ ബാഡാണ് അല്ലെങ്കിൽ ഭയങ്കര പുറകിലോട്ടാണ്. അവിടെ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് വർക്കൗട്ടാണ് അല്ലെങ്കിൽ എക്സസൈസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ സൂപ്പർബാണ്, ഗുഡാണ്. പക്ഷേ അവിടെ സ്ലീപ്പിംഗ് സ്കെഡ്യൂളിൻ്റെ കാര്യത്തിലാകട്ടെ വളരെ പുറകിലോട്ടാണ്, ഭയങ്കര ഫ്ലോപ്പാണ്, ഭയങ്കര ബാഡാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും നല്ല രീതിയിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിളിൻ്റെ കാര്യത്തിൽ ഇവിടെ വീക്ക്നെസ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞത് സ്ലീപ്പിംഗ് സ്കെഡ്യൂളും പിന്നെ എക്സസൈസും കൂടെയാണ്. പക്ഷേ ഈ വീക്ക്നെസ് ആയിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ആണെങ്കിൽ അത് നമ്മൾ തന്നെ ചാർട്ട് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ്, അത് രണ്ടോണം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വീക്ക്നെസ് ആയിട്ട് പറഞ്ഞത്, അതിലൊരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് എന്താണ് പേഴ്സണൽ ഹൈജീൻ, എക്സസൈസ്, സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ, പിന്നെ എന്താണ് സ്കിൻ കെയർ, ഇത് 4 നമ്മൾ നല്ലതുപോലെ ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 4 കാര്യത്തിലും ഒരു കോംപ്രമൈസും ചെയ്യരുത്. നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഈ 4 കാര്യങ്ങളാണ് എൻ്റെ ഒരു ഫിസിക്കൽ സെൽഫ് കെയർ ആയിട്ട് ഞാൻ ചെയ്തത്. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും എൻ്റെ ഒരു ഫസ്റ്റ് മാറേണ്ടത് സെൽഫ് പെർസെപ്ഷൻ ആണ്. ഞാൻ ചെയ്ത ഫിസിക്കൽ സെൽഫ് കെയർസ് ആണ് ഈ പറഞ്ഞത്. സോ അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് നമ്മളത് ശരിയാക്കണം. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കുഞ്ഞു കാര്യം പോലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്താണ്. ഓരോരുത്തരുടെയും സ്ട്രെങ്തും വീക്ക്നെസ്സും ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ. ആൻഡ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളോട് തന്നെ 100% ഹോണസ്റ്റ് ആയിരിക്കണം. സോ ഇതുവരെ മടി കാരണം ഒന്നും ചെയ്തില്ല എന്നിരിക്കട്ടെ, പക്ഷെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുവരെ ചെയ്തില്ല, ഇനി എപ്പോഴാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഒന്നും നാളത്തേക്ക് വെക്കരുത്. ഒരു കാര്യം മാത്രം, ഞാൻ ഓൾറെഡി ഉള്ള സെൽഫ് കെയർ വീഡിയോസിലും ആൻഡ് സെൽഫ് ഗ്രോത്ത് വീഡിയോസിലും പറയുന്നതാണ്, നൗ ഓർ നെവർ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. സോ മേക്ക് എ പ്ലാൻ ടു ഡു ദാറ്റ് ആൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യു. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഡെയിലി റുട്ടീനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 1 by 1 ആയിട്ടൊന്ന് ആഡ് ഓൺ ചെയ്ത് പോവുക. ഓരോന്ന് വീതം ഒന്ന് ആഡ് ഓൺ ചെയ്ത് പയ്യെ മുന്നോട്ട് കൊണ്ടുപോകുക.
അപ്പോൾ എന്ത് ഫിസിക്കൽ സെൽഫ് കെയർ ആയിരിക്കും നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് പെർസെപ്ഷൻ കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാനും ആൻഡ് നിങ്ങൾക്കൊരു ബെറ്റർ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫിസിക്കൽ സെൽഫ് കെയർ റുട്ടീൻ ഏതാണ്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്, കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ സെൽഫ് കെയർ. ആൻഡ് ബാക്കി 3 പാർട്സ് ഉണ്ട്. ആൻഡ് അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഒരു വളരെ വലിയൊരു ലെങ്തി വീഡിയോ ആയി പോകും. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും ഈ കമ്മിങ് വെനസ്ഡേ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് പറഞ്ഞതുപോലെ എല്ലാ വീക്സിലും ഞാൻ എല്ലാ വെനസ്ഡേയ്സിലും ഈ ഒരു സെൽഫ് അപ്കീപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാ വെനസ്ഡേയ്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ബാക്കി വരുന്ന ഈ സെൽഫ് കോൺഫിഡൻസിൻ്റെ ബാക്കി വരുന്ന 3 പോയിന്റ്സ് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.